ഇടുക്കി മൂന്നാറിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ വന്നതോടെ പാരിതോഷികം പ്രഖ്യാപിച്ച് പോലീസ്. പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം നൽകും. ഓഗസ്റ്റ് 23-നാണ് മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ രാജപാണ്ഡി കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന 10 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ആഷിഖ്, പോലീസിന് മുമ്പിൽ ഇപ്പോഴുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ കൊലപാതകിയെ കുറിച്ചുള്ള യാതൊരു സൂചനയും മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. 10 ദിവസം മുമ്പ് ക്വാർട്ടേഴ്സിലാണ് ഈ തേയില ഫാക്ടറി ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ രാജപാണ്ഡിയെ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സമീപത്ത് താമസിച്ചിരുന്ന ആളുകളെയും പൊതുജനങ്ങളിലും അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്യുകയും വിവരം ശേഖരിക്കുകയും അടക്കം ചെയ്തിരുന്നു. എന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് കൊലപാതകയെ കണ്ടെത്താൻ പോലീസിന് ലഭിച്ചില്ല. പിന്നീട് ഒരു ഇൻഫർമേഷൻ ബോക്സ് സ്ഥാപിച്ച് വിവരം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും അടക്കം ചെയ്തിരുന്നു. എന്നിട്ടും ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസ് അടുത്ത നീക്കം നടത്തുന്നത്. 25,000 രൂപ പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് നൽകും എന്നാണ് മൂന്നാർ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഈ വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങളും അടക്കം പോലീസ് രഹസ്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു കൊലപാതകം നടന്നത് വെട്ടി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. അത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ട് പ്രതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്ന് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും 25,000 രൂപയാണ് രാജപാണ്ഡിയുടെ കൊലപാതകയെ കുറിച്ച് സൂചന നൽകുന്നവർക്ക് വേണ്ടി മൂന്നാർ പോലീസ് ഓഫർ ചെയ്തിട്ടുള്ളത്. അജിത്. ശരി ആഷിഖ്.